പാലക്കാടിന് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണിത്. അന്ന് 22 വയസ്സുള്ള രഘു എന്ന യുവാവ് ഗ്രാമത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ഒരു റൈസ് മില്ലിൽ രാത്രി കാവൽക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. രാത്രി 10 മണി മുതൽ രാവിലെ വരെ മില്ലിന് കാവലിരുന്ന ആ ജോലി അവൻ ആദ്യം ഇഷ്ടമായിരുന്നു. കാരണം രാത്രിയുടെ നിശബ്ദതയെ അവൻ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. റൈസ് മില്ല് ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെയായിരുന്നു. പാടങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ കെട്ടിടം. പകൽ സമയത്ത് അവിടെ പൊടിയും ശബ്ദവും മനുഷ്യരുടെ തിരക്കും നിറഞ്ഞിരിക്കും. നെല്ല് നിറച്ച ലോറികൾ വന്നു പോകും. യന്ത്രങ്ങളുടെ മുഴക്കം വായുവിലും നിറയും. തൊഴിലാളികളുടെ വിളികളും ചിരികളും കെട്ടിടത്തിനുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ രാത്രി ആ സ്ഥലത്തിന് ആത്മാവ് തന്നെ മാറിപ്പോകുന്നത് പോലെ തോന്നും. 10 മണിക്ക് ശേഷം ഗേറ്റ് അടയും. അവസാന തൊഴിലാളിയും മടങ്ങിപ്പോകും. യന്ത്രങ്ങളുടെ ശബ്ദം നിലയ്ക്കും. പൊടി താഴെയിരിക്കും. പിന്നെ അവിടെ ബാക്കിയാകുന്നത് കാറ്റും ഇരുട്ടും രഘുവും മാത്രം. ഓഫീസ് മുറി ചെറുതായിരുന്നു. ഒരു മേശ, ഒരു കസേര, ഒരു പഴയ റേഡിയോ, ചുമരിൽ തൂങ്ങിയിരിക്കുന്ന വട്ടഘടികാരം. മുറിയുടെ വലതുവശത്ത് വലിയൊരു ജാലകം. ആ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയാൽ പാടങ്ങൾ മാത്രമേ കാണാനാകൂ. പകൽ ആ കാഴ്ച മനോഹരമായിരുന്നു. പക്ഷേ രാത്രി അത് ഒരു കറുത്ത സമുദ്രം പോലെയായിരുന്നു. അവസാനമില്ലാത്ത ഇരുട്ട് മാത്രം. ആദ്യ ദിവസങ്ങളിൽ രഘുവിന് ആ ഏകാന്തത ഇഷ്ടമായിരുന്നു. മേശവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ പത്രം വായിക്കും. റേഡിയോയിൽ പഴയ പാട്ടുകൾ കേൾക്കും. ചായ കുടിക്കും. സമയം പതുക്കെ ഒഴുകിപ്പോകും. അങ്ങനെ 3 ആഴ്ച കടന്നുപോയി. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഓഫീസ് മുറിക്കുള്ളിൽ മേശവിളക്കിൻ്റെ മഞ്ഞ വെളിച്ചം മാത്രം. പുറത്ത് കാറ്റ് പോലുമില്ല. ഘടികാരത്തിൻ്റെ ശബ്ദം മാത്രം ആ നിശബ്ദതയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. രഘു വായിച്ചു കൊണ്ടിരുന്ന പത്രത്തിൽ നിന്ന് തല മെല്ലെ ഉയർത്തി. വെറുതെ ഒരു നിമിഷം മാത്രം. അപ്പോൾ ജാലകത്തിനപ്പുറം ഒരാൾ നിൽക്കുന്നത് കണ്ടു. 50 അടി അകലെ. വെളുത്ത ഷർട്ട്, ഒരു മുണ്ട്. ആ രൂപം നേരെ ഓഫീസിലേക്ക് നോക്കുകയാണ്. അനക്കമില്ല, ചലനമില്ല. ഇരുട്ടിൻ്റെ നടുവിൽ ആരോ ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ. രഘു ആദ്യം ഭയപ്പെട്ടില്ല. അയാൾ പുറത്തുള്ള ഏതെങ്കിലും ഗ്രാമവാസിയാണെന്ന് കരുതി. പക്ഷേ രാത്രി 1:30 മണിക്ക് ഈ വിജനമായ സ്ഥലത്ത് ആരാണ് നിൽക്കുന്നത് എന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. അവൻ ഉടനെ പുറത്തേക്കിറങ്ങി. രാത്രിക്കാറ്റ് മുഖത്തടിച്ചു. മുറ്റം മുഴുവൻ പരിശോധിച്ചു. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. പാടങ്ങൾ മാത്രം, ഇരുട്ട് മാത്രം. അടുത്ത ദിവസം അതേ സമയം അതേ കാഴ്ച വീണ്ടും അവനെ കാത്തുനിന്നു. ജാലകത്തിനപ്പുറം അതേ മനുഷ്യൻ, അതേ നിൽപ്പ്, അതേ ദൂരം, അതേ നിശബ്ദത. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ രാത്രിയും 1:30 മണിയാകുമ്പോൾ അയാൾ അവിടെ പ്രത്യക്ഷപ്പെടും. എത്ര ശ്രദ്ധിച്ചാലും അയാൾ വന്ന നിമിഷം കാണാൻ കഴിയില്ല. ഒരു നിമിഷം അവിടെ ആരുമുണ്ടാകില്ല. അടുത്ത നിമിഷം അയാൾ നിൽക്കുന്നുണ്ടാകും. രഘുവിൻ്റെ ഉള്ളിൽ ഭയം പതുക്കെ വേരുറക്കാൻ തുടങ്ങി. ഒരു രാത്രി അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ആ മനുഷ്യൻ പഴയ സ്ഥലത്തല്ല, കുറച്ചുകൂടി അടുത്താണ്. വെറും 10 അടി. അടുത്ത ദിവസം വീണ്ടും അടുത്ത്. അതിനടുത്ത ദിവസം വീണ്ടും. ഓരോ രാത്രിയും ഓരോ അടിയായി ആ രൂപം ഓഫീസിനടുത്തേക്ക് വരികയായിരുന്നു. ഇപ്പോൾ രഘുവിന് രാത്രികൾ സഹിക്കാൻ പറ്റാതെയായി. 1:30 മണിയാകുന്നതിന് മുമ്പേ അവൻ്റെ കൈകൾ വിയർക്കും. ഘടികാരത്തിലേക്ക് നോക്കാൻ പോലും ഭയം തോന്നും. ജോലി ഉപേക്ഷിക്കണമെന്ന ചിന്ത മനസ്സിൽ വന്നു തുടങ്ങി. പക്ഷേ കണ്ടത് ശരിക്കും സത്യമാണോ തൻ്റെ തോന്നലാണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അവൻ കുറച്ച് ദിവസം കൂടി കാത്തിരുന്നു. ഓരോ രാത്രിയും ഭയം കൂടിക്കൊണ്ടിരുന്നു. ഓഫീസ് മുറിയിലെ നിശബ്ദത പോലും അവനെ ഭയപ്പെടുത്താൻ തുടങ്ങി. റേഡിയോ ഓഫായി. പത്രം വായിക്കൽ നിന്നു. ചായ കുടിക്കാൻ പോലും മറന്നു. അവൻ കാത്തിരുന്നത് ഒരു സമയം മാത്രം. രാത്രി 1:30. ഒടുവിൽ ആ രാത്രി എത്തി. കാറ്റില്ല. ഇലകൾ പോലും അനങ്ങുന്നില്ല. ലോകം മുഴുവൻ ശ്വാസം പിടിച്ചു നിൽക്കുന്നത് പോലെ. ഘടികാരത്തിൻ്റെ സൂചി 1:30-ലെത്തി. രഘുവിൻ്റെ കണ്ണുകൾ പതുക്കെ ജാലകത്തിലേക്ക് ഉയർന്നു. അവിടെ അയാൾ നിൽക്കുന്നു. ഇപ്പോൾ വെറും 5 അടി അകലെ, ജാലകത്തിനപ്പുറം. ഇത്രയും ദിവസമായി നിഴലായി മാത്രം കണ്ട രൂപം ഇപ്പോൾ വ്യക്തമായിരുന്നു.
പക്ഷേ ആ വ്യക്തതയാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമായി മാറിയത്. കാരണം അതൊരു മനുഷ്യൻ്റെ മുഖമല്ലായിരുന്നു, ഒരു കാലത്ത് മുഖമായിരുന്നു. എന്തോ ഒന്ന് തീയിൽ ഉരുകിയ പോലെ കരിഞ്ഞ കറുത്ത മാംസത്തിൻ്റെ രൂപം മാത്രം. കണ്ണുകൾ ഉണ്ടായിരിക്കേണ്ടിടത്ത് ശൂന്യത. മൂക്കോ വായയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. തീയിൽ കത്തി ഇല്ലാതായ ഒരു മനുഷ്യൻ്റെ അവസാന രൂപം മാത്രം. ആ കാഴ്ച കണ്ട നിമിഷം രഘുവിൻ്റെ ശരീരത്തിൽ ഓരോ നാടിയും തണുത്തുപോയി. കസേര പിന്നിലേക്ക് മറിഞ്ഞു വീണു. മുറി കറങ്ങുന്നത് പോലെ തോന്നി. ഇരുട്ട് അവനെ വിഴുങ്ങി. രാവിലെ സൂര്യപ്രകാശം ജാലകത്തിലൂടെ അകത്തേക്ക് വീഴുമ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. ആ ദിവസം തന്നെ അവൻ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. 1 മാസത്തെ ശമ്പളത്തേക്കാൾ മനസ്സമാധാനം വിലപ്പെട്ടതാണെന്ന് അവന് തോന്നി. എന്നാൽ പോകുന്നതിന് മുമ്പ് രാത്രി കണ്ട രൂപത്തിൻ്റെ സത്യം അറിയണമെന്ന ആഗ്രഹം അവനെ വിട്ടില്ല. അന്നുച്ചയ്ക്ക് അവൻ ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ള ഒരാളെ തേടിപ്പോയി. എല്ലാം കേട്ട ശേഷം വൃദ്ധനൊന്നും പറഞ്ഞില്ല. അയാൾ രഘുവിനെ മില്ലിൻ്റെ പിന്നിലെ പാടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാട് പിടിച്ച് കിടക്കുന്ന ഒരു പഴയ കിണറിൻ്റെ അരികിൽ അവർ നിന്നു. വൃദ്ധൻ്റെ കണ്ണുകൾ ദൂരെയെങ്ങോ ഭൂതകാലത്തെ തിരയുകയായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു രാത്രി അറിയാതെ തീ പടർന്നു. വീടിനുള്ളിൽ കുടുങ്ങിയ ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ജീവനോടെ കത്തി മരിച്ചു. ആ വാക്കുകൾ കേട്ട നിമിഷം രഘുവിൻ്റെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു. ആ രൂപം ഓരോ രാത്രിയും തൻ്റെ അടുത്തേക്ക് നടക്കുകയായിരുന്നില്ല. അയാൾ നിന്ന ഓരോ സ്ഥാനവും പഴയ വീട്ടിൽ നിന്ന് ഓഫീസ് വരെ ഉണ്ടായിരുന്ന അതേ വഴിയിലെ ഓരോ ഭാഗങ്ങളായിരുന്നു. തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് അവസാനമായി ഓടിയ വഴി, അവസാന ശ്വാസത്തിനു മുമ്പ് കടന്നുപോയ വഴി, കാലം മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു ഓർമ്മ. ഒരു പഴയ സിനിമാ റീൽ പോലെ അതേ രംഗം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രഘു ആ ജോലി ഉപേക്ഷിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. റൈസ് മിൽ പിന്നീട് പൊളിച്ചു മാറ്റപ്പെട്ടു. പാടങ്ങളും മാറി പുതിയ കെട്ടിടങ്ങൾ വന്നു. പഴയ വഴി പോലും ഇല്ലാതെയായി. പക്ഷേ ഇന്നും ആ പ്രദേശത്ത് താമസിക്കുന്ന ചിലർ പറയാറുണ്ട്, അർദ്ധരാത്രിക്ക് ശേഷം പാടങ്ങൾക്കിടയിലെ ഇരുട്ടിലേക്ക് നോക്കിയാൽ ഒരു വെളുത്ത രൂപം പതുക്കെ മുന്നോട്ട് നീങ്ങുന്നത് കാണാമെന്ന്. എങ്ങോട്ടോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ, എവിടെയോ എത്താൻ വെമ്പുന്നത് പോലെ, പക്ഷേ ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാതെ. കാരണം ചില മനുഷ്യർ മരിക്കുന്നത് ഒരു രാത്രിയിലാണ്. പക്ഷേ ചില ഓർമ്മകൾ അവ മരിക്കുന്നത് ഒരിക്കലുമല്ല. അവ അവസാനമായി കണ്ട ഇരുട്ടിൽ തന്നെ വർഷങ്ങളോളം ജീവിക്കും. അവസാനമായി നടന്ന അതേ വഴിയിലൂടെ വീണ്ടും വീണ്ടും. ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. ഇത്തരത്തിലുള്ള ഹൊറർ കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുതേ.